ഒരേ ഒരു ദൈവം, ഒരൊറ്റ ജനത. സാർവത്രിക സഹോദര്യത്തിൻ്റെ ഈ സദ്വാർത്ത വിളിച്ചോതുന്ന ഒരു അവസരം, ഒരു വേദി എന്ന നിലയ്ക്കാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. എൻ്റെ പേര് പോളി എന്നാണ്, വീട് ചൊവ്വര. ഞാനൊരു ഇൻഷുറൻസ് ഏജൻറ്റാണ്. ഇസ്ലാമിക വിശ്വാസങ്ങളെക്കുറിച്ച് പൊതുവെയും മറ്റു മതവിശ്വാസികളിൽ കൂടുതലായും കണ്ടുവരുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ സാഹോദര്യതയ്ക്ക് തടസ്സമുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായ എൻ്റെ ചില സംശയങ്ങൾ ഇസ്ലാമിക വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക രാഷ്ട്രം എന്നാൽ എന്താവണം? അത് സാർവത്രികമായ അർത്ഥത്തിൽ എന്താണ് ശരി? ശാരീരികമായ സുന്നത്ത് കർമ്മം നിർവഹിക്കാത്ത ഒരു പുരുഷന് ഇസ്ലാമിക വിശ്വാസിയാകാൻ കഴിയുമോ? ജിഹാദ് എന്നാൽ എന്താണ്? പന്നിമാംസം കഴിക്കരുതെന്ന കൽപ്പനയുടെ കാരണം എന്ത്? ആത്മീയവും ശാസ്ത്രീയവും. ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയ ശേഷം അടുത്ത ചോദ്യം ഉന്നയിക്കാവുന്നതാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മറന്നു പോകുന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രം എന്താണെന്നാണ് ചോദ്യം. ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏത് രംഗത്തേക്കുമുള്ള കൃത്യമായ മാർഗദർശനം നൽകുന്ന ഒരു ആദർശമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമർപ്പണം എന്നാണ് അർത്ഥം. ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, അയാൾ ഒരു സാധാരണക്കാരനായിരിക്കുമ്പോൾ, അയാളൊരു മകനാകുമ്പോൾ, ഒരു സഹോദരനാകുമ്പോൾ, ഒരു ഭർത്താവാകുമ്പോൾ, ഒരു പിതാവാകുമ്പോൾ, ഏത് സന്ദർഭത്തിലാണെങ്കിലും അയാൾ എങ്ങനെയാകണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അയാളുടെ അയൽപക്കത്തുള്ള ആളുകളോട് എങ്ങനെയാകണം, മറ്റുള്ള ആളുകളോട് എങ്ങനെയാകണം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. മുസ്ലിം കുടുംബം അതിൻ്റെ അടിസ്ഥാനം എന്താകണം? കുടുംബജീവിതത്തിൻ്റെ രംഗത്തേക്ക് ഇസ്ലാം മാർഗദർശനം നൽകും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം അനുധാവനം ചെയ്യുന്ന ഒരാളാണ് മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ എന്നാണ് അർത്ഥം. ഇതിൽ ഇസ്ലാം ഒരു കാര്യവും വെറുതെ വിടുന്നില്ല. ഒരാൾക്ക് രണ്ട് അവസ്ഥകൾ ഉണ്ടാകും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ഒന്നാമത്തെ അവസ്ഥ, ഒരു മുസ്ലിം ഇസ്ലാമികം അല്ലാത്തൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാം. ഇന്ത്യയെ പോലുള്ളൊരു സ്ഥലത്ത് ഏത് മതവിശ്വാസിക്കും അയാളുടെ മതമനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാം. ഒന്ന്, അത്തരം രംഗത്തൊരു മുസ്ലിം പൗരൻ എങ്ങനെയാകണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളൊരു സ്ഥലത്ത് അവർക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ രാഷ്ട്രീയമായ നിയമങ്ങളും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറയുന്ന രൂപത്തിൽ തന്നെ പരിവർത്തിപ്പിക്കാം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ഇസ്ലാമികമായ നിയമങ്ങൾ നടപ്പാക്കുവാൻ, അത്തരം രംഗത്ത് ക്രിമിനലായിട്ടുള്ള നിയമങ്ങളുണ്ട്, സാമൂഹികമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നടപ്പാക്കുവാൻ ഉള്ള അധികാരമുള്ള ഒരാളും ആയിട്ട് മുസ്ലിം മാറാം. അത്തരം സന്ദർഭത്തിലുമുള്ള നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതാണ്. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഇസ്ലാമിനെ അതിൻ്റെ അടിസ്ഥാന ദർശനമായി സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള രാഷ്ട്രമാണ് ഇസ്ലാമിക രാഷ്ട്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിനെ ഒരു രാജ്യം പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും രാഷ്ട്രവ്യവഹാരങ്ങളിൽ അതിൻ്റെ അടിസ്ഥാന ആദർശമായി സ്വീകരിക്കുന്ന രാഷ്ട്ര സംവിധാനം, അത് അവിടെയുള്ള ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾ ആ ഇസ്ലാമിക രാഷ്ട്രത്തെ സ്വീകരിക്കുമ്പോഴാണ് ഒരു രാജ്യം ഇസ്ലാമികമായി തീരുന്നത് എന്നർത്ഥം. രണ്ടാമതൊരു പ്രശ്നം എൻ്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചത്, ഒരാൾക്ക് മുസ്ലിം ആകണമെങ്കിൽ ലിംഗാഗ്ര ചർമ്മം ഛേദിക്കേണ്ടതുണ്ടോ എന്നാണ്. ഒരാൾക്ക് മുസ്ലിം ആകണമെങ്കിൽ ലിംഗാഗ്ര ചർമ്മം ഛേദിക്കേണ്ടതില്ല. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അയാൾ ചെയ്യേണ്ടത് 2 ഷഹാദത്തുകൾ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് ഇസ്ലാമികമായ കർമ്മങ്ങൾ ചെയ്യുകയാണ്. ഒന്നാമത്തെ ഷഹാദത്ത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. രണ്ടാമത്തേത് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്നാണ്. അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ സർവ്വലോക രക്ഷിതാവായ തമ്പുരാനൊഴിച്ച് മറ്റൊരാളും ആരാധിക്കപ്പെട്ടുകൂടാ. അവൻ്റെ പ്രാർത്ഥനകൾ മുഴുവനും സ്രഷ്ടാവിനോട് മാത്രമായിരിക്കും. അതാണ് ഒന്നാമത്തെ പ്രതിജ്ഞാവാക്യം. രണ്ടാമത്തെ പ്രതിജ്ഞാവാക്യം അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന്. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു.
അള്ളാഹുവിൻ്റെ ദൂതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു മനുഷ്യർ എങ്ങനെ ജാകണമെന്ന് ആഗ്രഹിച്ചുവോ അത് പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നയാളാണ് മുഹമ്മദ് നബി എന്നാണ്. പ്രവാചകന്മാരിൽ അന്തിമനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് ഇനി ഞാൻ സാക്ഷിയാകുന്നു എന്ന് പറയുന്നതോടുകൂടി മുഹമ്മദ് നബി കൊണ്ടുവന്നത് എന്താണോ, മുഹമ്മദ് നബി നന്മയാക്കി കൽപ്പിച്ചത് എന്താണോ അതെല്ലാം നന്മയാണെന്നും മുഹമ്മദ് നബി തിന്മയായി കൽപ്പിച്ചത് എന്തൊക്കെയാണോ അതെല്ലാം തിന്മയാണ് എന്നും ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയായി കൽപ്പിച്ച കാര്യങ്ങളിൽ ഒന്നാണ് അബ്രഹാം പ്രവാചകന്റെ കാലം മുതലുള്ള ലിംഗാകര ചർമ്മം ഛേദിക്കുക എന്ന പരിച്ഛേദന എന്ന് പറയുന്ന സുന്നത്തി എന്ന് പറയുന്ന കർമ്മം. അത് ചെയ്യൽ ഒരു മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബിയുടെ ചര്യ ഉൾക്കൊള്ളുന്നയാൾ എന്നുള്ള നിലക്ക് ആ പുരുഷന് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ഒരാളത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ഒരു തിന്മയാണത് എന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ കഴിയില്ല എന്നോ ഒരാൾക്ക് മുസ്ലിം ആകാൻ കഴിയില്ല എന്നോ വരുന്നില്ല. മൂന്നാമത്തെ ചോദ്യം ജിഹാദിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഇസ്ലാമിക സംജ്ഞകളിലൊന്നാണ് ജിഹാദ്. ജിഹാദ് എന്ന പദത്തിനർത്ഥം വളരെ കഠിനമായി പരിശ്രമിക്കുക എന്നാണ്. ഏതൊരു കാര്യത്തിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നതിനും ജിഹാദ് എന്ന് പറയും. ജിഹാദിന് പലപ്പോഴും നമ്മൾ കൊടുക്കാറുള്ള അർത്ഥം പോരാട്ടമെന്നോ അല്ലെങ്കിൽ സമരമെന്നോ യുദ്ധമെന്നോ അല്ലാണ്. അങ്ങനെ ഒരു അർത്ഥം ജിഹാദിനില്ല. വിശുദ്ധ യുദ്ധം എന്നാണ് പലപ്പോഴും നമ്മളുടെ ഡിക്ഷണറികൾ പോലും കൊടുക്കാറുള്ളത്. വിശുദ്ധ യുദ്ധം എന്നൊരർത്ഥം ജിഹാദ് എന്ന പദത്തിനില്ല. എന്നാൽ ഇസ്ലാമിൽ ഒരു വിശുദ്ധ യുദ്ധവും അശുദ്ധ യുദ്ധവും ഇല്ല, അതും പറയാം. യഥാർത്ഥത്തിൽ ജിഹാദ് ഒരാൾ മുസ്ലിം ആകുന്നതോടുകൂടി ആരംഭിക്കുന്നതാണ് അയാളുടെ ജീവിതത്തിലെ ജിഹാദ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് നബി പഠിപ്പിച്ചതെല്ലാം നന്മയാണെന്നും അദ്ദേഹം തിന്മയായി പറഞ്ഞു തന്നതെല്ലാം തിന്മയാണെന്നും മനസ്സിലാക്കുന്നതോടുകൂടി മുഹമ്മദ് നബി പഠിപ്പിച്ച തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കും. അത് സ്വന്തം ഇച്ഛയോട് അയാൾ ചെയ്യുന്ന വലിയ പോരാട്ടമായിരിക്കും. ഇന്നലെ വരെ മദ്യപിച്ചിരുന്ന ഒരാൾ, ലഹരിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ, അയാളുടെ മനസ്സ് ലഹരിക്ക് വേണ്ടി കൊതിക്കുമ്പോഴും മുഹമ്മദ് നബി ലഹരി പാടില്ല എന്ന് കൽപ്പിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് അയാൾ അതിലേക്ക് പോകാതിരിക്കും. അവിടെ അയാൾ സ്വന്തം ഇച്ഛയോട് പോരാടുകയാണ്, അയാൾ സ്വന്തത്തോട് ജിഹാദ് ചെയ്യുകയാണ്. അയാൾ സ്വന്തമായി സമ്പാദിച്ച സമ്പാദ്യം എങ്ങനെയും ചെലവഴിക്കാമായിരുന്നു ഇന്നലെ വരെ. ഇന്ന് അതിൻ്റെ പ്രത്യേക ശതമാനം പാവപ്പെട്ടവൻ്റേതാണ്. മുഹമ്മദ് നബി അങ്ങനെയാണ് കൽപ്പിച്ചിട്ടുള്ളത്. അത് പ്രത്യേക ശതമാനം 2.5%, 5%, 10%, 20% അല്ല, സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ടവൻ്റേതാണ്. പാവപ്പെട്ടവൻ്റേത് പടച്ചവൻ നമ്മളെ ഏൽപ്പിച്ചതാണ് എന്നാണ്. അതാണ് സക്കാത്ത്. അപ്പോൾ അത് ഞാൻ എൻ്റെ അടുത്ത് വന്നൊരു പണം പാവപ്പെട്ടവൻ്റേതാണെന്ന് പറഞ്ഞിട്ട് നീക്കി വെച്ചിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ സമ്പത്തിനോടുള്ള ആർത്തി എന്നെ അതിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനോട് ജിഹാദ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സമ്പാദ്യം കൊടുക്കുന്നു. അത് സ്വന്തത്തോടുള്ള ജിഹാദാണ്. ജീവിതത്തിൽ എല്ലായിടത്തും അങ്ങനെയാണ്. സ്ത്രീയുടെ സൗന്ദര്യം കാണുമ്പോൾ നോക്കാനും അത് ആസ്വദിക്കുവാനും എല്ലാം എൻ്റെ മനസ്സാഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് മുഹമ്മദ് നബി തിന്മയാണെന്ന് പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പോസ്റ്ററുകളിൽ TV യിൽ എല്ലാം കാണുമ്പോൾ ഞാൻ തല താഴ്ത്തുന്നു, കണ്ണ് താഴ്ത്തുന്നു. അത് എൻ്റെ ഇച്ഛയോടുള്ള ജിഹാദാണ്. അവിടെ നിന്ന് തുടങ്ങുന്നു ജിഹാദ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ജിഹാദ് പറയുന്നത് പോലെ യുദ്ധമല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. പരിശുദ്ധ ഖുർആൻ തന്നെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ജിഹാദാണ്. ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്ത് ദാഹയിലെ 52-ാമത്തെ വചനത്തിൽ ഖുർആൻ പറയുന്നത് വജാഹിദുഹും ബിഹാ ജിഹാദൻ കബീറ, ജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഖുർആൻ ഉപയോഗിച്ച് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് ചെയ്യുക. ഖുർആൻ ഉപയോഗിച്ച് ജിഹാദ് ചെയ്യുക എന്നാണ് എന്താണ്? ഖുർആൻ ഉപയോഗിച്ച് ഏറ്റവും വലിയ ജിഹാദ്, ജിഹാദൻ കബീറ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജിഹാദ് എന്നാണ്. ഏറ്റവും വലിയ ജിഹാദ് എന്ന് ഖുർആൻ ഉപയോഗിച്ചുള്ള ജിഹാദിനാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ ഉപയോഗിച്ചുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ വേദഗ്രന്ഥമാണ്. അത് എവിടെയെങ്കിലും വെച്ചാൽ പൊട്ടിത്തെറിക്കൂലാന്ന് നമുക്കറിയാം. അത് കൊണ്ട് ആരെയെങ്കിലും കഴുത്തിൽ ഇടിച്ചിട്ട് കൊല്ലാൻ പറ്റൂലെന്ന് നമുക്കറിയാം. ഖുർആനിൽ ആശയമാണുള്ളത്. ഖുർആൻ ഉപയോഗിച്ചുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ വെളിച്ചം ഉപയോഗിച്ച് തിന്മകൾക്ക്, അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ്. അത് ആ ഖുർആൻ്റെ വെളിച്ചം പ്രചരിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന ഏത് പരിശ്രമവും അത് ജിഹാദാണ്. ഖുർആൻ്റെ വെളിച്ചം പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചുള്ളത്. ഇതൊരു ജിഹാദിൻ്റെ ഭാഗമാണെന്ന് അർത്ഥം. അതേസമയം ഈ ജിഹാദ് പോരാട്ടത്തിൽ, ആയുധമെടുത്തുള്ള പോരാട്ടത്തിൽ എത്തിച്ചേരുന്നൊരവസ്ഥയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ മൗലികമായ സ്വാതന്ത്ര്യമായിട്ട് ഇസ്ലാം കരുതുന്ന കാര്യമാണ് വിശ്വാസ സ്വാതന്ത്ര്യം. എനിക്കെൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഈ വിശ്വാസം പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആ സ്വാതന്ത്ര്യം തടയപ്പെടുമ്പോൾ ഇസ്ലാമികമായ രാഷ്ട്ര സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ
ആ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ആവശ്യമെങ്കിൽ ആയുധമെടുക്കാം. അത് എപ്പോഴാണ്? ഇസ്ലാമിക രാഷ്ട്രം, നേരത്തെ പറഞ്ഞ ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം വരികയും ഇസ്ലാമികമായ നിയമങ്ങൾ അനുസരിച്ച് ഭരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യുമ്പോൾ ആ രാഷ്ട്ര നേതൃത്വമാണ് ആ സമരത്തിന് ആഹ്വാനം ചെയ്യേണ്ടത്. അങ്ങനെ സമരം വേണ്ടി വന്നാൽ സ്വന്തം ജീവൻ കൊടുത്ത് അത്തരം സമരത്തിൽ പങ്കെടുക്കേണ്ടതും വിശ്വാസിയുടെ ബാധ്യതയാണ്. അതും ജിഹാദാണ്. അതേറ്റവും പലപ്പോഴും പറയപ്പെടുന്ന ജിഹാദ് അതാണ്. പക്ഷേ ഇന്ന് ജിഹാദ് എന്ന പേരിൽ നമ്മളുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതൊന്നും ജിഹാദല്ല. എന്തുകൊണ്ടാണ് ജിഹാദ് അല്ലാത്തത്? ഞാൻ പറഞ്ഞതുപോലെ ഒരു നിയതമായ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തലവൻ മാത്രമേ അത്തരം യുദ്ധം ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ. ഇസ്ലാമിക രാജ്യത്തിൻ്റെ തലവന് യുദ്ധം ചെയ്യാം, ആ യുദ്ധത്തിന് തലവന് ആഹ്വാനം ചെയ്യാം. അതല്ലാതെ ഏതെങ്കിലും ഗ്രൂപ്പുകൾക്ക്, ഇന്ത്യയിലെ ഒരു ഗ്രൂപ്പ് ഇവിടുത്തെ ഇന്ത്യ ഗവൺമെൻറ് ഇസ്ലാമിനെതിരാണെന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുവാൻ അർഹതയുള്ളയാളാണ് ഇമാം എന്ന് പറയാം, നേതാവ് എന്ന് പറയാം. അത്തരം ഒരാൾക്കേ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യാൻ അർഹതയുള്ളൂ. ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണത്. ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ഓരോ നിയമങ്ങൾ, നിങ്ങൾക്കറിയാം, കട്ടവൻ്റെ ഇസ്ലാമിക നിയമം അനുസരിച്ച് കൈവെട്ടാണ് വേണ്ടത്. അതേപോലെ തന്നെ ഒരാൾ കൊലയാളിയെ കൊന്നുകളയാണ് വേണ്ടത്, അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ. അതേപോലെയുള്ള ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുവാൻ ഉള്ള അവകാശമുള്ള, അധികാരമുള്ളയാൾ മാത്രമാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ അമീർ ആയി അറിയപ്പെടുക. അമീറായി ഉത്തരവാദിത്തമുള്ളത് അഗ്രതയാൾക്കാണ്. അത്തരം അമീർമാർക്ക് മാത്രമേ ഒരു യുദ്ധത്തിന് നേതൃത്വം വഹിക്കുവാനുള്ള അവകാശവുമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗറില്ല യുദ്ധങ്ങൾ നടത്തുന്ന ആളുകൾ ഞങ്ങൾ നടത്തുന്ന ജിഹാദാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഇസ്ലാമിലെ ജിഹാദ് അങ്ങനെയല്ല. ഇസ്ലാമിലെ ജിഹാദ് വൈയക്തികമായ തലത്തിൽ നിന്ന് തുടങ്ങി ആദർശ പ്രബോധനത്തിലൂടെ കടന്നു വന്ന് ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ പോരാട്ടം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമിലെ ജിഹാദ് എന്നർത്ഥം. പന്നിമാംസത്തെക്കുറിച്ചാണ് വേറൊരു ചോദ്യം. അത് നിരോധിക്കുന്നതിൻ്റെ കൽപ്പനയുടെ കാരണം എന്താണെന്നാണ്. പന്നിമാംസം നിരോധിച്ച കൽപ്പനയുടെ കാരണം എന്താണെന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ചില നിഷിദ്ധങ്ങളുണ്ട്. ആ നിഷിദ്ധങ്ങളുടെ മുസ്ലിമിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പടച്ചവൻ നിഷിദ്ധമാക്കി എന്നതാണ്. മദ്യം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരോധിച്ചതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരോധിച്ച മദ്യം അത് നമ്മളിപ്പോൾ അത് ക്യാൻസറിന് കാരണമാകും, പ്രശ്നമാണ് എന്നല്ല നമ്മളിപ്പോൾ പറയുന്നു. പക്ഷേ ആ മദ്യം അന്ന് നിരോധിച്ചതിന് കാരണം എന്താണെന്ന് മുസ്ലിങ്ങൾ അതിൽ നിന്ന് അകന്നു നിന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് എന്നാണ് ഉത്തരം. പടച്ചവനാണ് നന്മ എന്താണെന്ന് അറിയാം, തിന്മ എന്താണെന്ന് അറിയാം. അപ്പോൾ പടച്ചവൻ ഒരു തിന്മയാണെന്ന് പറഞ്ഞ കാര്യം തിന്മയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇതേപോലെ വ്യഭിചാരം ഇസ്ലാമിൽ ഹറാമാണ് എന്ന് പറയും, അഥവാ തിന്മയാണ്, നിഷിദ്ധമാണ്. നിഷിദ്ധമായതിന് കാരണം എന്താണ്? എയ്ഡ്സ് ഉണ്ടാകുന്നുള്ളത് കൊണ്ടല്ല. ഒരു മുസ്ലിം അത് നിഷിദ്ധമായി ഗണിക്കുന്നത് പടച്ചവനത് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ്. ഇതേപോലെ പലിശ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. പലിശ നിഷിദ്ധമാണ് എന്നതിന് അതിനെന്താ കാരണം? ഇപ്പോൾ പല ന്യായങ്ങളും ന്യായീകരണങ്ങളും എല്ലാം പറയുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഇസ്ലാമിൽ പലിശ നിഷിദ്ധമാണ്. എന്തുകൊണ്ട്? അള്ളാഹു അത് നിഷിദ്ധമാണെന്ന് കൽപ്പിച്ചതുകൊണ്ട്. കച്ചവടം അനുവദിക്കപ്പെട്ടതാണ്. കച്ചവടം, വസ്തുക്കൾ തമ്മിൽ കച്ചവടം നടത്തുന്നു, അതിൽ ലാഭം വാങ്ങുന്നു, അനുവദിക്കപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അത് അനുവദിക്കപ്പെട്ടത്? അള്ളാഹു അത് അനുവദിച്ചത് കൊണ്ടാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ മാംസങ്ങളും അനുവദിക്കപ്പെട്ടു. ബാക്കി എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന മാംസങ്ങൾ, പക്ഷികളുടെ മാംസമാണെങ്കിൽ അതിന് പ്രത്യേകമായി ബാക്കി ജന്തുക്കളെ തിന്ന് ജീവിക്കുന്ന ജീവികളല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും മാംസം പൊതുവെ അനുവദിക്കപ്പെട്ടു. പക്ഷേ പന്നി മാംസം ഒഴിച്ച്, പന്നി മാംസം പാടില്ല എന്ന് പറഞ്ഞു. മുസ്ലിമിൻ്റെ മുന്നിൽ എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നേർക്ക് നേരെ പറഞ്ഞാൽ പടച്ചവൻ അത് നിരോധിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇന്ന് നമുക്കറിയാം പന്നി മാംസം ഏറ്റവും അപകടകാരിയായ ഒരുപാട് ബാക്ടീരിയകളെ ഉൾക്കൊള്ളുന്ന ഒരു മാംസമാണ് എന്ന്. പന്നിയുടെ മാംസത്തെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് മനുഷ്യ ശരീരത്തിനാവശ്യമായ സന്തുലിതമായ പ്രോട്ടീനും അതേപോലെ കൊഴുപ്പുമല്ല പന്നിയിലുള്ളത് എന്നാണ്. അതോടൊപ്പം തന്നെ പന്നിയിൽ നിന്ന് തന്നെയുണ്ടാകുന്ന നാടവിരയെ പോലെയുള്ള വളരെ അപകടകാരിയായ പല രോഗസംക്രമണകാരികളുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം.
അപ്പോൾ ഇതുകൊണ്ടാണോ പടച്ചവൻ നിരോധിച്ചത്? ഇതുകൊണ്ടല്ല മുസ്ലിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്, പടച്ചവൻ നിരോധിച്ചത് കൊണ്ടാണ്. എന്നാൽ പടച്ചവൻ നിരോധിച്ച ഏത് വസ്തുവിലും തിന്മയുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ തിന്മയാണ് ഞാനീ പറഞ്ഞത്. ഈ തിന്മ പന്നിയിൽ നമ്മൾ പരിശോധിച്ചാൽ, പന്നിയുടെ മാംസം എടുത്താൽ, പന്നിയിലെ മാംസത്തിലെ ഇൻഗ്രീഡിയൻസ് എടുത്താൽ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതിലെല്ലാം മനുഷ്യൻ്റെ അപകടകാരിയായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ്. പന്നിയുടെ സംസ്കാരമാണെങ്കിലും ആ രൂപത്തിൽ തന്നെയാണ്. പന്നിയെപ്പോലെ എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ഇണ ചേർന്നതിന് ശേഷം ആ ഇണ ചേർന്ന ഇണക്കി അടുക്കിലേക്ക് മറ്റൊരാളെ പിടിച്ചു കൊണ്ടുവന്ന് ഇണ ചേർപ്പിക്കുന്ന ഒരു സംസ്കാരം എന്ന് സാധാരണ പറയാറുള്ള ഒരു സംസ്കാരം പന്നിക്കുണ്ട്. അതും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലുള്ളൊരു സംസ്കാരം. ഏത് ജീവിക്കും അവരുടെ ലൈംഗികതയിൽ പ്രത്യേകിച്ച് വിലക്കുകളൊന്നുമില്ല, ജീവികൾക്കൊന്നും തന്നെ. പക്ഷേ ഇത് പന്നിയുടേതായി പ്രത്യേകം പറയുന്നൊരു സംഭവമാണ്. അതുകൊണ്ടല്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ മാംസം നിഷിദ്ധമാക്കിയിട്ടുള്ളത്. മാംസം നിഷിദ്ധമായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം നിഷിദ്ധമാക്കിയത് കൊണ്ടാണ്. പക്ഷേ പന്നിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ നിഷിദ്ധമാക്കിയത് ന്യായം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാരണങ്ങൾ പറഞ്ഞത്. വളരെ വിശദമായും കൃത്യമായുള്ള ഉത്തരങ്ങളാണ് കിട്ടിയത്. നന്ദിയുണ്ട്. ലാസ്റ്റ് ഞാനൊരു ഇൻഷുറൻസ് ഏജൻ്റ് എന്ന നിലയിൽ ഇപ്പം മുസ്ലിം വിഭാഗത്തിനിടയിൽ ഇൻഷുറൻസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാം. പല ആളുകൾ ഇൻഷുറൻസ് എടുക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ളവർ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം കൂടി നൽകണമെന്ന് താല്പര്യപ്പെടുന്നു. പിന്നെ ഇത്തരം ഒരു അവസരം ധാരാളം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വേദിക്ക് ഒരുപാട് നന്ദി. മുസ്ലിങ്ങൾ ഇൻഷുറൻസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ 2 തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ പലിശയിൽ പൂർണ്ണമായും അധിഷ്ഠിതമായ ഇൻഷുറൻസ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്ര ആകർഷകമാണെങ്കിലും പലിശയുടെ ഗുണഭോക്താവുക എന്നുള്ളത് മുസ്ലിമിന് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പലിശ സ്വന്തം മാതാവിനെ പ്രാപിക്കുന്നതിനേക്കാൾ വലിയ തിന്മയാണെന്ന്. പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് പലിശയുടെ ഗുണഭോക്താക്കാകാൻ ഒരിക്കലും ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലിശയുടെ എന്തെങ്കിലും ലാഞ്ചന എവിടെയെങ്കിലും കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കും നല്ലൊരു മുസ്ലിം ഏതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ സുഹൃത്ത് പലപ്പോഴും ഇൻഷുറൻസുമായി ചേർന്ന് ചെല്ലുമ്പോൾ ഇത് പലിശയുണ്ട്, അതുകൊണ്ട് തന്നെ അത് പറ്റില്ല എന്ന് പറയാൻ കാരണം. പലപ്പോഴും നമ്മുടെ LIC ആണെങ്കിലും പിയർലെസ് ആണെങ്കിലും എല്ലാം അവരുടെ ഇൻഷുറൻസ് സംഭവങ്ങൾ പരിശോധിച്ചാൽ അതിൽ റൂട്ട് എത്ര പലിശ ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് പറഞ്ഞു കൊണ്ടിരുന്നതെങ്കിലും അവസാനം നോക്കുമ്പോൾ അത് പെർസെൻറ്റേജ് കൃത്യമായി വെക്കുന്ന പലിശ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മുസ്ലിമിന് പറ്റാത്തത്. അതേസമയം ബിസിനസ് ആണെങ്കിൽ ഒരു മുസ്ലിമിനൊരു പ്രയാസമില്ല. ഇപ്പോൾ ഒരു ഏജൻസി നടത്തുന്ന ഒരു ബിസിനസ്, ആ ബിസിനസ്സിലെ ഒരു പാർട്ട്ണർഷിപ്പായി മാറുന്നു. ഇപ്പോൾ മുസ്ലിം മുടക്കുന്ന ഒരു പൈസ അതൊരു പാർട്ട്ണർഷിപ്പായി മാറുന്നു. അതിൻ്റെ ലാഭവും നഷ്ടവും ഒരേ വീതിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. അതേസമയം ലാഭം മാത്രം ലഭിക്കുന്നത് പെർസെൻറ്റേജ് പറഞ്ഞുകൊണ്ടാകുന്ന ഒരു സംഭവമാകുമ്പോഴാണ് ഇസ്ലാം അതിനെ അനുകൂലിക്കാത്തത്. അതാണ് ഇൻഷുറൻസിനോടുള്ള മൊത്തത്തിലുള്ള പ്രശ്നം. അതല്ലാത്ത ഇൻഷുറൻസുകളോട് ആ രൂപത്തിലുള്ള പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കും.